അതായത് നിങ്ങളൊരു ഡിപ്ലോമ കഴിഞ്ഞൊരു ഉദ്യോഗാർത്ഥി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഏറ്റവും ബെസ്റ്റ് പാക്കേജ് തന്നെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഒരു പേ സ്കെയില്. ഡിപ്ലോമ ഇല്ലാതെ ബിടെക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇനിയിപ്പോ നമുക്ക് അവിടെ എക്സാം സിലബസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സിലബസ് ഫോർ ഡിപ്ലോമ ഇലക്ട്രിക്കൽ. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ ജൂനിയർ എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഓഫ് ലിമിറ്റഡിന്റെ ജൂനിയർ എഞ്ചിനീയർ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരുവാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ കെമിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രിക്കലില് 30,000 തൊട്ട് 1,20,000 വരെയാണ് സ്കെയിൽ ഓഫ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങളൊരു ഡിപ്ലോമ കഴിഞ്ഞൊരു ഉദ്യോഗാർത്ഥി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഏറ്റവും ബെസ്റ്റ് പാക്കേജ് തന്നെയാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഒരു പേ സ്കെയില്. അപ്പം അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നും അതേപോലെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നും എവിടെയൊക്കെ സെന്റേഴ്സ് ഉണ്ടെന്നും വേക്കൻസി എത്രയാണെന്നും എക്സാമിന്റെ സിലബസ് എത്ര എന്താണെന്നും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കാം. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 years ഡിപ്ലോമ വിത്ത് നോട്ട് ലെസ് ദാൻ 65% മാർക്സ് ഫോർ ജനറൽ, EWS, OBC, NCL ആൻഡ് 55% മാർക്സ് ഫോർ SC/ST, PWD കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവണം. ഓക്കെ, ഫുൾ ടൈം റെഗുലർ കോഴ്സ് ആയിരിക്കണം. അതുകൂടാണ്ട് റെക്കഗ്നൈസ്ഡ് ബൈ AICTE ആയിരിക്കണം. അപ്പൊ ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അതൊക്കെ എന്ത് ചെയ്യാം ആ ഒരു ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ചിൽ എലിജിബിൾ ആണ്. ഇനിയിപ്പോ നിങ്ങളിപ്പം ലാറ്ററൽ എൻട്രി വഴിയാണ് ഡിപ്ലോമ എടുത്തേണ്ടത്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതായത് സെക്കൻഡ് ഇയർ ഓഫ് ഡിപ്ലോമ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം എലിജിബിൾ ആണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡിപ്ലോമ ഇല്ലാതെ ബിടെക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇതിൽ ഡിപ്ലോമ എന്ന് പറയുന്നത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്. ഡിപ്ലോമ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. അല്ലാതെ ബിടെക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. പിന്നെ ഏജ് ലിമിറ്റ് ആണ് 26 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ OBC, SC കാൻഡിഡേറ്റ്സിന്റെ കേസിൽ കറസ്പോണ്ടിങ് 3 വർഷം 5 വർഷം എന്ത് ചെയ്യാം അവിടെ ഏജ് റിലാക്സേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 99, 96, 94 ഫസ്റ്റ് ജൂലൈനെ ബേസ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനിയിപ്പം ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാം 12/9/2025 ഇന്ന് തൊട്ട് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് സെപ്റ്റംബർ 28 വൈകുന്നേരം 5 മണി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. എക്സാം ഡേറ്റ് അവിടെ വന്നിട്ടുണ്ട് 31/10/2025 ഒക്ടോബർ 31-നാണ് എന്ത് ചെയ്യാം അവിടെ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ബിടെക് എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചുള്ള നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഇതേപോലെ ഒക്ടോബർ 30-നാണെന്ന് തോന്നുന്നു. ഇത് 31-ന് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ 16-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇനിയിപ്പം കറസ്പോണ്ടിങ് റിലാക്സേഷനും കാര്യങ്ങളും അതേപോലെ ഏജ് റിസർവേഷന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് അതിന്റെ സെലക്ഷനും അതേപോലെ ഷോർട്ട് ലിസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർക്ക് എന്താ ഗ്രൂപ്പ് ഡിസ്കഷനും ഗ്രൂപ്പ് ടാസ്കും നമ്മൾ അവർ കൊടുക്കുന്നുണ്ടാവും. പിന്നെ എന്താ അത് കഴിഞ്ഞിട്ട് ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും. ഇതാണ് എന്തെങ്കിലും സെലക്ഷൻ പ്രോസസ്സ്. ഇപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഡൊമൈൻ നോളജ് ഇലക്ട്രിക്കലിന് 50 ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതിന്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം. QA 20 മാർക്ക്, റീസണിങ് 15, വെർബൽ എബിലിറ്റി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് 15, അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ്. 100-ൽ 50 മാർക്ക് ടെക്നിക്കലും 50 മാർക്ക് നോൺ ടെക്നിക്കലും ആണ് ഉള്ളത്. 1/4 മാർക്ക് തന്നെ അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇവിടെ ഉണ്ട്. എക്സാം സെന്റേഴ്സ് കേരളത്തിലുണ്ട്. കേരളത്തിൽ എറണാകുളത്തും ഉണ്ട്, അതേപോലെ മംഗലൂരു പറയുന്നുണ്ട്, പിന്നെ തിരുവനന്തപുരത്ത് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ ഷോർട്ട് ലിസ്റ്റ് പ്രോസസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നിങ്ങൾ CBT അതായത് എലിജിബിൾ കാൻഡിഡേറ്റ്സിന് എന്താ CBT എക്സാം എഴുതുന്നുണ്ടാവും. അതിനെ മാർക്ക് ചെയ്യുന്ന ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഗ്രൂപ്പ് ടാസ്കും പിന്നെ പേഴ്സണൽ ഇന്റർവ്യൂവിനും വേണ്ടി നിങ്ങൾ അവിടെ വിളിക്കുന്നുണ്ടാവും. ഓക്കെ, പിന്നെ അവിടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളുണ്ട്. പിന്നെ അതിന്റെ വെയിറ്റേജ് പറയുന്നത് 85% ആയിരിക്കും CBTയുടെ വെയിറ്റേജ്. 5% ഗ്രൂപ്പ് ഡിസ്കഷനും GT ഉണ്ടാവും, ഗ്രൂപ്പ് ടാസ്കും, പിന്നെ 10% പേഴ്സണൽ ഇന്റർവ്യൂ. ഓക്കെ, ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ കേസ് നിങ്ങൾ ജസ്റ്റ് നോക്കാം. ഓക്കെ, ഫോട്ടോഗ്രാഫിന്റെ സൈസ്, ഇമേജിന്റെ സൈസ്, സോറി തമ്പ് ഇംപ്രഷന്റെ സൈസ്, സിഗ്നേച്ചറിന്റെ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അത് നോക്കുക, ജസ്റ്റ് വായിച്ച് മനസ്സിലാവുന്നുണ്ടാവും. പേയ്മെന്റ് ഓഫ് ഫീസ് 400 രൂപയാണ് നിങ്ങൾക്ക് അവിടെ അപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ടാവും. പിന്നെ അതിന്റെ കൂടെ GST വരുന്നുണ്ടാവും. ഓക്കെ, 18% GST അവിടെ വരുന്നുണ്ടാവും.
എനിക്കൊന്ന് 22-ാം തീയതിക്ക് ശേഷമല്ലേ GST എന്തോ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ GST അവിടെ അപ്ലിക്കബിൾ ആണ്. പിന്നെ നമ്മൾ 16-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് എന്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. മെയിൻ ആയിട്ട് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനിയിപ്പോ സിലബസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ റെമ്യൂണറേഷന്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. 30 തൊട്ട് 1,20,000 വരെയാണ്. അപ്രോക്സിമേറ്റ്ലി 10.6 lakhs പെർ ആനാണ് സ്കെയിൽ ഓഫ് പേ വരുന്നുണ്ടാവുക. പിന്നെ അവിടെ ബോണ്ട് പറയുന്നുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിന് 2 ലക്ഷവും റിസർവേഷൻ ഉള്ളവർക്ക് 35,000 ആണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്ക് അവിടെ എക്സാം സിലബസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സിലബസ് ഫോർ ഡിപ്ലോമ ഇലക്ട്രിക്കൽ, ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക് ജനറേഷൻ സിസ്റ്റം, അതായത് നമ്മൾ ജനറേഷൻ പഠിക്കുന്നുണ്ടല്ലോ, ടൈപ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ നമ്മുടെ സർക്യൂട്ട് തിയറി, മെഷീൻസ്, ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സ്, അതായത് അനലോഗ് ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇലക്ട്രോണിക് ഡിവൈസ് സർക്യൂട്ട്സ്. പിന്നെ നമ്മുടെ പവർ ഇലക്ട്രോണിക്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ട്രാൻസ്ഡ്യൂസേഴ്സും സിഗ്നൽ കണ്ടീഷണേഴ്സും. നേരത്തെ ജനറേറ്റിംഗ് സ്റ്റേഷൻ പറഞ്ഞു. ഇനിയിപ്പോ എന്താ, ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും. പിന്നെ മൈക്രോ കൺട്രോളർ, പ്രോഗ്രാമർ ലോജിക് കൺട്രോൾ, PLC, മൈക്രോ പ്രൊസസർ. പിന്നെ ഇലക്ട്രിക്കൽ എസ്റ്റിമേഷൻ, എനർജി ഓഡിറ്റിംഗ് ആൻഡ് എനർജി കൺസർവേഷൻ, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് പറയുന്നുണ്ട്, ഇലക്ട്രിക്കൽ മെഷീൻ കൺട്രോളർ പറയുന്നുണ്ട്. പിന്നെ അവിടെ കൺട്രോൾ സിസ്റ്റം അനാലിസിസ് മോഡലിംഗും, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ഇല്ലുമിനേഷൻ പ്രാക്ടീസ്, ബിൽഡിംഗ് ഇലക്ട്രിഫിക്കേഷൻ, പിന്നെ റിന്യൂവബിൾ എനർജി സോഴ്സ് അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി പവർ പ്ലാന്റ്സ്. ഇത്രയാണ് നമ്മൾ ഇലക്ട്രിക്കൽ സിലബസിൽ അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ അവരവിടെ കോമൺ സിലബസ് പറഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, ബാക്കി റീസണിങ്ങിന്റെ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇലക്ട്രിക്കലിന്റെ സിലബസ് ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഒക്ടോബർ 31-നാണ് എക്സാം വരുന്നുണ്ടാവുക. അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നവർക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ, നല്ലൊരു സ്കെയിൽ ഓഫ് പേ ആണ് നിങ്ങൾക്ക് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.